നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ നിഷ്ക്രിയമായും അപകട സാധ്യത നിറഞ്ഞവയായും നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കം ചെയ്യണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. സാധാരണ ജീവിതത്തിന് അനുകൂലമല്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്ന 33 പേരുടെ താമസത്തിനായി സുരക്ഷിതമായ ഭവന സൗകര്യം സർക്കാർ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും എം പി അറിയിച്ചു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ നിഷ്ക്രിയമായും അപകട സാധ്യത നിറഞ്ഞവയായും നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കം ചെയ്യണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു. ലെപ്രസി രോഗികൾ താമസിക്കുന്നതായും ആവശ്യതകൾക്കും ശുചിത്വത്തിനും അപര്യാപ്തമായ പരിസ്ഥിതികളായാണ് സാനിറ്റോറിയത്തിൽ നിലനിൽക്കുന്നതെന്നും എം പി പറഞ്ഞു. കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ദുരന്ത സംഭവങ്ങൾക്ക് ഇടയാകുന്നതിന് മുമ്പ് നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും എം പി വ്യക്തമാക്കി. സാധാരണ ജീവിതത്തിൽ അനുകൂലതയില്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്ന 33 പേരുടെ താമസത്തിനായി സുരക്ഷിതമായ ഭവന സൗകര്യം സർക്കാർ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എം പി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. പ്രായമായവരും രോഗബാധിത ഉള്ളവരും ഉൾപ്പെടെയുള്ള റെസിഡൻസുകൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ നയപരമായ ബാധ്യതയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂട്ടിച്ചേർത്തു.